ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് 34ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചധികം വീഡിയോ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2 വീഡിയോ ഒക്കെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അതായത് ഉച്ചക്ക് 2 മണിയാകുമ്പോൾ ഒരു വീഡിയോ ഇടണമെന്നുണ്ട്, പിന്നെ രാത്രി ഒരു 8 മണിയാകുമ്പോൾ ഒരു വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അതിശക്തമായ മഴയുള്ള ഒരു ദിവസം, അതാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ ഊഞ്ഞാലാടി ഇത് ആസ്വദിച്ച്. സ്കൂളൊക്കെ തുറക്കാനായില്ലേ, പക്ഷെ രാവിലെ കുറച്ചധികം നേരത്തെ എഴുന്നേറ്റ് തുടങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്ങനെയല്ലേ നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ മൂടിപ്പൊച്ച് കിടന്നുറങ്ങാനല്ലേ തോന്നുന്നു. ശരിക്കും ഈ ഏപ്രിൽ മെയ് എന്നുള്ള വെക്കേഷൻ ശരിക്കും ഈ ജൂൺ ജൂലൈ ആണ് ഈ വെക്കേഷൻ വെക്കേണ്ടത്. ഞാൻ എല്ലാ പ്രാവശ്യവും ചിന്തിക്കണം. മക്കൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് ഈ മഴയെ നനഞ്ഞ് ആകെ വെള്ളമായി സ്കൂൾ യൂണിഫോമിലും ആകെ ചളി പിളിയൊക്കെ ഇങ്ങനെ പോകാൻ എന്ത് ബുദ്ധിമുട്ടാണല്ലേ. ഞാൻ എല്ലാ പ്രാവശ്യവും ചിന്തിക്കൂട്ടോ, എന്തിനാണ് ഇങ്ങനെ മഴയത്ത് സ്കൂൾ തുറക്കണേന്നുള്ളത് അല്ലേ. നിങ്ങളെന്താ അഭിപ്രായം? നിങ്ങളൊക്കെ അതും കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. പുറത്ത് മഴയാണെങ്കിലും കാറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾ കീറ്റോ ആയതുകൊണ്ട് നമുക്ക് മുട്ട തന്നെ ശരണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുട്ട മാത്രമേ ഉള്ളൂ കേട്ടോ. മുട്ടൻ്റെ കൂടെ ബട്ടർ കോഫി കുടിക്കാൻ ഭയങ്കര മടിയാണ്. ബട്ടർ കോഫി വെറുത്ത് തുടങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇല്ലായില്ല. ചിലപ്പോൾ ബട്ടർ കോഫി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് കുടിക്കും. അങ്ങനെ ഞാൻ തന്നെ കമ്പൾസായിട്ട് എന്നെ തന്നെ ഞാൻ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വായും പൊളിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴാണ് നീനൂട്ടി വന്നിട്ട്. നീനൂട്ടിക്ക് ഇന്ന് ഉച്ചക്ക് 2 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ അവൾ ഇന്ന് നേരെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് മാറ്റി റെഡി ആയിട്ട് കുട്ടപ്പത്തിയായിട്ട് പോയാൽ മതിയല്ലോ അവൾക്ക്. അപ്പോൾ ഫുഡും കഴിക്കാം അങ്ങനത്തെ രീതിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ ഫുഡ് കഴിക്കട്ടെ. ആ ഗ്യാപ്പിൽ നമുക്ക് ഇന്നത്തെ വെയിറ്റ് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 82.70 ആണ്. അപ്പോൾ ഇന്നലത്തെ വെയിറ്റിനേക്കാളും 150 ഗ്രാം കുറയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ള ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര ദിവസം ഇങ്ങനെ സന്തോഷം കൊണ്ട് പോകുന്നുള്ളതെന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ നോക്കാട്ടോ. എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെയിറ്റ് ഒക്കെ സ്റ്റക്ക് ആവും, അതൊക്കെ നോർമലാണ്, അതൊക്കെ ഞാൻ ആക്സെപ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതാ നീനൂട്ടി ഫുഡൊക്കെ കഴിച്ചു വന്നു. ഞങ്ങളിങ്ങനെ താത്താനൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇതാ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ അവളെ ഇങ്ങനെ എണീച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കുറച്ച് അവളിങ്ങനെ ഗ്രൂമിൽ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ, അവളുടെ ഡ്യൂട്ടീൻ്റെ അവളുടെ ജോലീൻ്റെ ഭാഗം ആണല്ലോ അതൊക്കെ. അപ്പോൾ അവൾ മേക്കപ്പൊക്കെ ചെയ്ത് അവൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവളുടെ ഡ്യൂട്ടി 2 മണിക്കായതുകൊണ്ട് 11 മണി വരെ, രാത്രി 11 മണി വരെ അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അവൾ എന്തായാലും അവളെ ഡ്യൂട്ടിക്ക് കയറുകയാണ്. അപ്പോൾ പോവാണ്, ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തായാലും ഒരു ടാറ്റ ബൈ ബൈ. അവൾ പോയി ഗേറ്റ് അടക്കേണ്ട താമസം സുജി രാവിലെ ഓഫീസിൽ പോയതായിരുന്നു, തിരിച്ച് വരികയാണ് കേട്ടോ. ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. അതല്ലെങ്കിലും ഈ ഒരു ഗേറ്റിനുള്ള ശാപമാണ് കേട്ടോ. ഒരു സ്വൈര്യവും തരില്ല ഈ ഒരു ഗേറ്റ്. ഏത് സമയവും ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും, ഏത് സമയവും ആരെങ്കിലുമൊക്കെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു സ്വൈര്യവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്തൊക്കെയൊക്കെ കഴിച്ചു. ഇങ്ങനെ പെറുക്കി തിന്നൽ ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ഈ വാൽനട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു, 2 തരം ബദാം കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതാ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു ചിക്കൻ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ പ്രോപ്പറായിട്ട് ഒരു പ്ലേറ്റിൽ എടുത്ത് കണ്ടെന്നല്ല ഞാൻ ഇന്നത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തന്നെ കേട്ടോ ഞാൻ ഇന്നതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കൈയിട്ട് വാരി ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു ദിവസം. അപ്പോൾ കുറേ തുണി മടക്കിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ TV ഒക്കെ കണ്ട് മടക്കി വെക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കഴിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാനൊരു പ്ലേറ്റിൽ സാധനമൊക്കെ എടുത്ത് കാണിച്ചു തന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് 1-2 ബദാം, 1-2 വാൽനട്ട്സ് അങ്ങനെയൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. എല്ലാം ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാനൊക്കെ പറ്റില്ലല്ലോ. അതും കൂടിയൊക്കെ നിങ്ങൾ കണക്കിലെടുക്കണം കേട്ടോ. ഇതിപ്പോൾ എന്താ ഇവർക്ക് പണിയെന്ന് വെച്ചാൽ ഇവർ എക്സസൈസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വർക്കൗട്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ടോട്ടോനായിട്ടുള്ള യുദ്ധമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ആളും വർക്കൗട്ട് ചെയ്യാനുള്ള മടിയന്മാരാണ്. ഏറ്റവും വലിയ മടിയന് ആര്യനാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അവരാ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഞങ്ങൾ 2 ആളും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നും ചെയ്യാൻ എത്ര മടിയാണെങ്കിലും ഒരു 15 മിനിറ്റ്സ് എങ്കിലും കറക്റ്റ് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു
എന്താ പറയുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ വർക്കൗട്ടൊക്കെ ചെയ്ത് കുളിച്ച് അവർ PSY കളിക്കാനൊക്കെ ഇരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബെല്ലടി കേട്ടോ. സാധാരണ സുജി സിനിമയൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ബെല്ലടിച്ചാൽ സുജി എന്നോട് പോയി തുറക്കാനാണ് പറയുക, ഗേറ്റൊക്കെ തുറക്കാനാണ് പറയുക. പക്ഷേ ഇന്ന് സുജൻ ഓടിപ്പോയി ഗേറ്റൊക്കെ തുറക്കും, വാതിലൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് സ്വിഗ്ഗി ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുറേ ഐസ്ക്രീമും അതൊക്കെയാണ്. ഫ്രിഡ്ജ് അതിൻ്റെ ഇടയിലൊന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുണ്ടായിരുന്ന ഐസ്ക്രീം സ്റ്റോക്കൊക്കെ കേടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ റീസ്റ്റോക്ക് ചെയ്യാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഇതെന്തോ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതെന്തോ പുതിയ എന്താണ് റോസ്റ്റഡ് കോഫി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ് ഫുൾ തീറ്റയായിരുന്നു. എന്നെക്കൊണ്ടും കഴിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നിന്നാൽ ഞാൻ ഒരു ബോട്ടിലൊക്കെ ഇരുന്ന് കഴിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹോർമോണിൻ്റെ ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മധുരത്തിന് ഭയങ്കര ക്രേവിങ്സ് ആണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഒരു ബക്കറ്റ് ഫുള്ള് ഇരുന്ന് ഞാൻ ഒറ്റ ഇരിപ്പിൽ തിന്നും. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് സുജിനെ ഞാൻ അവിടെ നിന്ന് ആട്ടി ഓടിച്ചെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് സുജി നേരത്തെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്നൊരു സിനിമക്ക് പോയാലോ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് ഒരു എന്താ പറയുക ഡിന്നർ കഴിക്കാനും കൂടി പോകാമെന്നുള്ള പ്ലാന് മക്കളും കൂടെ ഇട്ടു. അങ്ങനെ ഉള്ളൊരു പോക്കാണ്. പക്ഷേ മഴയും ബ്ലോക്കും ഒരേപോലെ നമ്മളെ കുടുക്കി കളഞ്ഞു. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഒടുക്കത്തെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. നമ്മൾ സിനിമയ്ക്ക് ലേറ്റ് ആവുമോ എന്ന് വിചാരിച്ചു. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എവിടെയും കുടുങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സുജി പറഞ്ഞു എന്താ പറയുക ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ വൈബുള്ളത് ദോശക്കാണ് കേട്ടോ. അപ്പോൾ ഞാനായിട്ട് ഇനി അവരുടെ എല്ലാവരുടെ മൂഡ് കളയണ്ടല്ലോ. എല്ലാവർക്കും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ സാധാരണ പോലെ ബീഫ് ദോശയും അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു തട്ടുകട പോലത്തെ സ്ഥലമുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ സിനിമക്കൊക്കെ പോണ ദിവസം അങ്ങനത്തെ സ്ഥലത്താണ് പോവാറ്. പക്ഷെ മഴയാവുമ്പോൾ അത് പുറത്തിരുന്നൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഫുള്ള് മഴയൊക്കെ നനഞ്ഞ അൽക്കുലത്തായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഹോട്ടൽ ആശീർവാദിൽ പോയതാണ്. അപ്പോൾ എന്താ പറയുക എനിക്ക് ഒട്ടും മൂടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്തെങ്കിലും കീറ്റോൻ്റെ സംഭവമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നോൺ വെജൊക്കെ ആയിട്ട് കഴിക്കാൻ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവരെല്ലാവരും മൂഡ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓരെന്താ വെച്ചാൽ കഴിച്ചോട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓരോ ഹാപ്പിനെസ് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് കൊണ്ട് ഓരോ ഹാപ്പിനെസ് ഞാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ സുജി എനിക്ക് നല്ല എന്താ പറയുക ഗോബി മഞ്ചൂരിയൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഹാപ്പി ആക്കാനൊക്കെ മാക്സിമം ശ്രമിച്ചു. ഇതൊരു വെജിറ്റബിൾ ലോലിപ്പോപ്പാണ് കേട്ടോ. മക്കൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ണുമൂട്ടി കഴിച്ചതാണ് കേട്ടോ. എന്ത് വെജിറ്റബിൾസ് എല്ലാം കൂടി എന്തൊക്കെയോ അരച്ചിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് ആക്കി വെച്ചതാണ്. ഞാൻ കണ്ണുമൂട്ടി കഴിച്ചതാണ്. എന്തൊക്കെയാ ഒന്നൊരു ഐഡിയ ഇല്ലാണ്ട് കഴിച്ചതാണ് കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചതുപോലുമില്ല. ഒറ്റൊരു പീസല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചതാണ്. എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗോബി മഞ്ചൂരിയൻ കോളിഫ്ലവർ ഫ്രൈ ആണല്ലോ. നമ്മൾ ഈ ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അടാറ് സാധനമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഈ കോളിഫ്ലവർ ആണല്ലോ ഇത്. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു ഫ്രൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല ഡ്രൈ ഫ്രൈ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിങ്ങനെ ഒരു ഗ്രേവി ടൈപ്പ് സാധനം ആയതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. മാത്രമല്ല ഒരു മാവ് ചുവയ്ക്കുന്ന ഒരു ഇത് കേട്ടോ. എന്തോ എനിക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കുമ്പോൾ ഇഷ്ടമാവുമായിരിക്കാം. എനിക്ക് അന്നേരത്തെ എൻ്റെ മൂഡിന് അത് ഒട്ടും അങ്ങോട്ട് ലൈക്കായില്ല കേട്ടോ. അത് കുറേ പീസ് ഉണ്ടായിരുന്നു. ഞാൻ അതൊരു 1-2 പീസ് സുജിക്ക് സങ്കടം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് 1-2 പീസ് കഴിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ പിടിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ആര്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൈസൂർ മസാല ദോശ. സാധാരണ മസാല ദോശേനേക്കാളും എനിക്കിഷ്ടം മൈസൂർ മസാല ദോശയാണ് കേട്ടോ. നല്ല എരിവൊക്കെ ഇട്ട് സ്പൈസി വണ്ണാണ്. ഞാൻ എവിടെ പോയാലും അതാണ് ഓർഡർ ചെയ്യൽ കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ.
പിന്നെ റെയിനു പിന്നെ നോർമൽ ഗീ റോസ്റ്റ് മാത്രമാണ് ഓർഡർ ചെയ്യൽ. സുജി നോർമൽ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് കഴിക്കണതുകൊണ്ട് ഞാൻ അന്നേരം എനിക്ക് കൊതി വരുന്നില്ല. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. കാരണം അന്നേരം കൊതി വരാതെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഗോബി മഞ്ചൂരിയൻ ഫ്രൈ കഴിച്ചിട്ട് ഞാൻ എന്തോ ചടച്ചിരിക്കുകയായിരുന്നു. കണ്ടോ എൻ്റെ മുഖം കണ്ടോ, ഒരുമാതിരിയായിട്ട് ചടച്ച് ഫീൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ബ്ലോക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി എന്താ പറയുക, സിനിമക്ക് പോവാണല്ലോ നമ്മൾ. 9:15 എന്തോ ആണ് സിനിമ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങണത് 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ 9 മണി ആയിട്ടുണ്ട്. പാർക്കിങ്ങൊക്കെ കിട്ടണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ വേഗം കുറച്ച് ഹറിബറി ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണ മക്കൾ എത്ര ഫുഡ് കഴിച്ചാലും തിയേറ്ററിലേക്ക് കയറുമ്പോൾ അത് വേണം ഇത് വേണം വാശി പിടിക്കലുണ്ട്. പക്ഷേ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒന്നും വാങ്ങിത്തരില്ല, ഇൻ്റർവെല്ലിന് വേണമെങ്കിൽ അന്നേരം ആലോചിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇൻ്റർവെല്ല് വരെ മക്കൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. ഞാൻ പിന്നെ കീറ്റോലായതുകൊണ്ട് പോപ്കോണിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഒരു കുപ്പി വെള്ളം വാങ്ങിത്തരുമോ എന്ന് മാത്രം ചോദിച്ചിട്ട് ആ വെള്ള കുപ്പി വെച്ചിട്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇൻ്റർവെല്ല് ആവേണ്ട താമസം അപ്പയും മക്കൾ ഓടിപ്പോണ കണ്ടാ പോപ്കോണും അത് ഇത് ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇരുട്ടായതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇതാ ഞങ്ങൾ അവരതൊക്കെ കഴിച്ചു, ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കോളിഫ്ലവറിൽ ആ മാവൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പിന്നെ സുജിനെ ഇടങ്ങാറാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതൊക്കെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ വെയിറ്റിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇന്നിതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.